നമസ്കാരം. നാഷ്മതി ലൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന യോഗ ആസനാസിന്റെയും അതേപോലെ തന്നെ കുറച്ച് എക്സസൈസുകളുടെയും വീഡിയോ ആണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഞാൻ ചിലപ്പോൾ ഈ ത്രൂ ഔട്ട് ഈ വീഡിയോസിൽ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആണ്. അതായത് നമ്മൾ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ട്രൈമിസ്റ്റർ എന്ന് പറയും, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 3 ട്രൈമിസ്റ്റർ ആയിട്ടാണ് നമ്മൾ അത് തിരിച്ചിട്ടുള്ളത്. അപ്പൊ ആ 3 എന്ന് പറയുമ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ആഴ്ച തൊട്ടിട്ട് ഒരു 12ാമത്തെ ആഴ്ച വരെയൊക്കെയാണ് ഒരു ഫസ്റ്റ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9 മാസമാണ് നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി പീരീഡ്. 9 മാസം കുറച്ച് ദിവസം അതാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു 3 മാസമായിട്ടാണ് അത് ആക്ച്വലി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1 to 3 months ആയിരിക്കും. സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുമ്പോൾ 4 to 6 months ആണ്. അതെന്ന് പറയുന്നത് ഒരു 13ാമത്തെ ആഴ്ച തൊട്ടിട്ട് ഒരു 26ാമത്തെ ആഴ്ച വരെയൊക്കെയായിരിക്കും സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത്. തേർഡ് എന്ന് പറയുമ്പോൾ 27ാമത്തെ ആഴ്ച തൊട്ട് ടിൽ നമ്മുടെ അവസാനത്തെ ആഴ്ച വരെയൊക്കെയാണ് തേർഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുമ്പോൾ മന്ത്സിൽ നോക്കുകയെന്ന് വെച്ചാൽ 7th month തൊട്ടിട്ട് ടിൽ ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മൾ തേർഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചിലപ്പോൾ ഈ ഒരു വേർഡ്സ് ഞാൻ കുറച്ച് ചിലപ്പോൾ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തന്നത്. അപ്പൊ ഇന്നത്തെ ഞാൻ എന്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ആസനാസും കുറച്ച് എക്സസൈസുകളാണ് കാണിക്കുന്നത്. ബ്രീതിങ് ടെക്നിക്ക് ഒന്നും ഞാൻ കാണിക്കില്ല. ഓൾറെഡി ഞാൻ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതിൽ ഞാൻ ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മളൊരു നാഡിശുദ്ധി പ്രാണായാമം എന്ന് പറയും. അതായത് ഒരു നോസ്ട്രിഗോൾ എടുത്തിട്ട് വീടിന് ഒരു നാഡിശുദ്ധി പ്രാണായാമം എന്ന് പറയും. ഇത് നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യേണ്ട ഒരു പ്രാണായാമമാണ്. അത് എന്റെ ഒരു സൈനസൈറ്റിസിന്റെ ഒരു വീഡിയോയില് ഫുൾ പ്രാണായാമസ് ഇട്ടിട്ടുണ്ട്. അതിൽ നാഡിശുദ്ധി പ്രാണായാമം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം. അതിൽ ഉള്ള എല്ലാ പ്രാണായാമസും ചെയ്യാൻ നിങ്ങൾക്ക്. പക്ഷെ നാഡിശുദ്ധി ചെയ്യുന്നത് ഒന്നുകൂടി ബെറ്റർ റിസൾട്ട്സ് നല്ലതാണ്. അതേപോലെ തന്നെയാണ് ബ്രാഹ്മരി പ്രാണായാമം എന്ന് പറയും. അതായത് ഞാനൊരു സ്ട്രെസ് റിലീഫിങ് പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ അതും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രാണായാമം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ നോർമൽ ബ്രീത്തിങ്ങുകളുണ്ട്. അതേപോലെ എന്റെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ചെയ്യാനുള്ള കുറച്ച് പ്രാണായാമസ് എന്ന് പറഞ്ഞിട്ടും ഇട്ടിട്ടുണ്ട്. രണ്ടൊരു ഈസി ടെക്നിക്കുകളുണ്ട്. ഈ ബ്രീത്തിങ് ടെക്നിക്കുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ട്രൈമിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ബ്രീത്തിങ്ങിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫീറ്റസിന്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്. അപ്പൊ നമ്മൾ മാക്സിമം ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല. ഒക്കെ മിനിമൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങളെ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ബ്രീത്തിങ് കൂടുതൽ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾക്ക് ഓക്സിജൻ സപ്ലൈക്കും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ, യൂട്രസിക്കുള്ള ബ്ലഡ് സർക്കുലേഷനും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ ബ്രീത്തിങ് കൂടുതൽ ചെയ്യാനായിട്ട് വരുന്നത്. ഫീറ്റൽ ഡെവലപ്മെന്റിനെ ഏറ്റവും ഇംപ്രൂവ് ചെയ്യുന്നത് ഓക്സിജൻ സപ്ലൈ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ബ്രീത്തിങ് കൂടുതൽ ചെയ്യാനായിട്ട് പറയുന്നത് ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ. സോ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകളും അതില് ചെയ്യണതാണ്. പിന്നെ നോക്കുകയെന്ന് വെച്ചാൽ സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ട്രൈമിസ്റ്റർ വെച്ച ആസനാസ് തന്നെയായിരിക്കും. ബട്ട് അതിന്റെ കൂടെ കുറച്ചുകൂടി എക്സ്ട്രാ കൂടും എന്ന് മാത്രം. അപ്പൊ സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ അപ്പൊ അങ്ങനെ ആയിരിക്കും. രണ്ടും കമ്പൈൻഡ് ആണ്. ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും കമ്പൈൻഡ് ആയിരിക്കും സെക്കൻഡിൽ ഉണ്ടാവും. തേർഡ് എന്ന് പറയുമ്പോൾ സെയിം ആസനാസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യം. നമ്മൾ ചെയ്യുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നതാണ് തേർഡിൽ ഉണ്ടാവുക. അപ്പൊ ഞാൻ അതൊക്കെ സ്റ്റേജസ് എത്തുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ട്രൈമസ്റ്ററിന്റെ ആസനാസ് എന്താന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആസന എന്ന് പറയുന്നത് ഇതാണ്. അതായത് തിത്തിലി ആസന അല്ലെങ്കിൽ ബദ്ധകോണാസന എന്ന് പറയുന്ന ആസനയാണ് ഇത്. ഇത് യൂഷ്വലി എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൽവിക് റീജിയന് നല്ലൊരു സ്ട്രെച്ച് കിട്ടാനായിട്ട് ഈ ഒരു ആസന ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്നർ തൈസിന്റെ ഒരു ടൈറ്റനിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസ് ആവാനും നമുക്ക് ഈസി ആയിട്ടുള്ള നോർമൽ ഡെലിവറിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനയാണ് ഈ ഒരു ബദ്ധകോണാസന എന്ന് പറയുന്നത്. ഈ ഒരു ആസന എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മള് കാല് നേരെ വെക്കുക. അപ്പൊ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോ ഈ 2 കാലും ഒരുമിച്ച് ചിലപ്പോൾ വെക്കാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു അർദ്ധ ബദ്ധകോണാസന പോലെ, അതായത് ഹാഫ് ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആദ്യം വെക്കാം. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 ബ്രീത്തിങ് എടുത്ത് വിടാം. അത് കഴിഞ്ഞാൽ കാല് റിലീസ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ലെഗ് ഇതേപോലെ തന്നെ ചെയ്യാം. നമ്മുടെ മാക്സിമം നമ്മുടെ ഇന്നർ തൈയുടെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് ശ്രമിക്കാം. എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആക്കി ഇരിക്കാനായിട്ട് നോക്കാം. ഇതും ചെയ്തത് ഒരു 2 ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ എടുത്ത് വിടാം.
അപ്പൊ ഈ ഒരു രീതി എന്ന് പറയുന്നത് നമുക്കൊരു 2-3 ദിവസത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ മാത്രം പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും ഈ ഒരു ആസന അറ്റൈൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ കാല് ഇവിടേക്ക് കൊണ്ടുവരിക, രണ്ടാമത്തെ കാലിന്റെയും ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മള് രണ്ട് കാലിന്റെ പാദങ്ങൾ ചേർത്ത് വെച്ച് ആ കാൽ വിരലിൽ നമ്മുടെ കൈ കൊണ്ട് പിടിക്കുക. ഇങ്ങനെ വേണ്ടു, ഇത്രയും വേണ്ടു. ഇത് ചിലപ്പോ ഇത്രയും തന്നെ എല്ലാവർക്കും പറ്റണമെന്നില്ല, ചിലപ്പോ ഇത്രയാവും പറ്റുള്ളൂ. അന്ന് വെച്ചാൽ കുഴപ്പമില്ല, അത്രയും തന്നെ ചെയ്താൽ മതി. ഓരോ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരാൻ സാധിക്കും. വൺസ് നിങ്ങൾക്ക് വയറ്, ഇപ്പൊ എനിക്ക് എന്റെ മീൻസ് പ്രഗ്നൻസി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പറ്റുന്നുണ്ട്. ബട്ട് ചിലപ്പോ വയറുള്ള സമയത്ത് നമുക്ക് ഇത്രയൊന്നും പറ്റില്ല. നമുക്ക് ഇത്രയാണ് അടുപ്പിച്ച് വെക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ ബെല്ലി ഇവിടെ വരണ കാരണം നമുക്ക് അത്രയ്ക്കും ക്ലോസ് ആക്കാനായിട്ട് പറ്റില്ല. എത്ര പറ്റുക അത്ര ചെയ്തത്, ഒന്നും സ്ട്രെയിൻ ചെയ്തിട്ട് പ്രഗ്നൻസി ടൈമിൽ പ്രത്യേകിച്ചും ഒന്നും സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിരിക്കുക. ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ ഒരു 2 ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്വിസ്റ്റിംഗ് ആണ്. ആ ട്വിസ്റ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഈ കൈ എടുത്തിട്ട് ഓപ്പോസിറ്റ് ലെഗിന്റെ മുകളിൽ വെക്കുക, ഈ കൈ എടുത്തിട്ട് നമ്മുടെ ബാക്കിൽ വെക്കുക. ഇത്രയും തിരിഞ്ഞാൽ മതി, അതിന്റെ കൂടുതലൊന്നും തിരിയണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റിംഗ് കൊടുക്കുക. വീണ്ടും സ്ട്രെയിറ്റ് വരിക. ഇനി ഓപ്പോസിറ്റ് ഈ കൈ ഇവിടേക്ക് വെക്കുക, അപ്പുറത്തെ കൈ നമ്മുടെ അടുത്ത ഓപ്പോസിറ്റ് ലെഗിന്റെ മുകളിലേക്ക് വെക്കുക. വീണ്ടും സ്ട്രെയിറ്റ് വരിക, ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. സ്ട്രെയിറ്റ്, നെക്സ്റ്റ് സൈഡ്. ഇതൊരു 5 ടൈംസ് അങ്ങ് ആ പ്രാവശ്യം ഈ സൈഡിലേക്ക് 2 സൈഡിലേക്കായിട്ട് ഒരു 5 ടൈംസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സൈഡ് ബെൻഡ് ആണ്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ കൈമുട്ടിന്റെ മുകളില്, കാൽമുട്ടിന്റെ മുകളില് കൈ വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഈ സൈഡിൽ ഇരിക്കും. Then ഈ സമയത്ത് നമുക്ക് ബ്രീത്തിങ് ചെയ്യാം. അതായത് ഇൻഹേൽ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അത് കഴിഞ്ഞാൽ എക്സേൽ, വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, ശ്വാസം പുറത്തേക്ക് വിടാം. അപ്പൊ ഈ ഒരു രീതിക്ക് ഈ ഒരു ട്വിസ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഒരു ഫസ്റ്റ് ട്രൈമിസ്റ്ററിന്റെ സ്റ്റേജിൽ ചെയ്യാൻ പറ്റുന്ന ആസനാസ് ആണ്. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ നമ്മളൊന്ന് ബാക്കിലേക്ക് കൈ വെച്ചിട്ട് ഒന്ന് ബെൻഡ് ചെയ്യുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് ശ്വാസം വലിച്ചുകൊണ്ട് ബാക്കിലേക്ക് പോവാ, എക്സേൽ ചെയ്തുകൊണ്ട് അതെ ശ്വാസം വിട്ടുകൊണ്ട് നമുക്ക് മുന്നിക്ക് വരാം. ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമുക്ക് ചിലപ്പോൾ നന്നായി ഇത്രയൊക്കെ ബെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത്രയും ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര പറ്റുമോ അത്രയ്ക്കും ചെയ്താൽ മതി. ഇത്ര ചെയ്ത് ഇത്രയും മതി. ബെല്ലിയുടെ ടൈമിൽ ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, ജസ്റ്റ് ഇത്രയാണ് നമുക്ക് വരുള്ളൂ. അത് നമ്മുടെ ബെല്ലിയുടെ ആ ഒരു വലുപ്പം അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫോർവേഡ് ബെൻഡ് വരിക. എന്നാലും ഫസ്റ്റ് ട്രൈമിസ്റ്ററിലായാലും നമ്മൾ കൂടുതൽ അങ്ങോട്ട് അത്രയും സ്ട്രെയിൻ ചെയ്ത് ഫോർവേഡ് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക. ഈ ഒരു ബെൻഡിങ്ങിലെ നമുക്ക് ഇവിടുത്തെ ഒരു സ്ട്രെച്ച് നന്നായി ഫീൽ ആവും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഫോഴ്സ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ഫോർവേഡ് ബെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. തിരിച്ചു വരിക, വീണ്ടും കൈ ബാക്കിൽ വെച്ചിട്ട് ഒന്ന് ബാക്ക് ഹഞ്ച് ചെയ്യുക. പിന്നെ ഇതേപോലെ തന്നെ കൈ ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇത്രയും ആസനാസ് ആണ് നമ്മളൊരു ഫസ്റ്റ് ട്രൈമിസ്റ്റർ, അതായത് ആദ്യത്തെ 3 മാസം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. പ്ലസ് ബ്രീത്തിങ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ഇനി സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ ആസനാസ് എന്താണെന്നൊക്കെയാണ് നോക്കാം. അപ്പൊ അതിന് മുന്നേ കാര്യം എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഞാൻ ബ്രീത്തിങ്സ് എല്ലാം ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഈ ഒരു ബദ്ധകോണാസിൽ ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എല്ലാ ബ്രീത്തിങ് എക്സസൈസും ചെയ്യാറുള്ളത്. അങ്ങനെ ഇത് ചെയ്യണമെന്ന് നിർബന്ധങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടി ഭയങ്കര നല്ലൊരു പോസ്റ്ററാണ്. ആക്ച്വലി നല്ലൊരു യോഗ പോസ്റ്ററാണ് നമുക്കൊരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എത്ര സമയം എനിക്ക് ഇരിക്കാൻ പറ്റും അത്രത്തോളം അങ്ങനെ ഇരിക്കാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്റെ ബ്രീത്തിങ് എക്സസൈസുകൾ മൊത്തം ഞാൻ അങ്ങനെ ഇരുന്നിട്ടാണ് ചെയ്യാറുള്ളത്.
അപ്പൊ അങ്ങനെ ഇരിക്കാൻ കംഫർട്ടബിൾ അനുസരിച്ചാൽ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നതാട്ടോ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ സൈഡ് നമ്മൾ ശമ്പളം പറഞ്ഞിരിക്കുക എങ്ങനെയെങ്കിലും ഒക്കെ ഇരുന്ന് ചെയ്താൽ മതി ബ്രീത്തിങ്. ബട്ട് ബാക്ക് സ്ട്രൈറ്റ് ആക്കി വെക്കാനായിട്ട് എപ്പോഴും നോക്കുക ബ്രീത്തിങ് ചെയ്യുമ്പോൾ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി നിലത്തിരുന്ന് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. എന്ത് ആസനം പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിലത്തിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ബെഡിൽ അങ്ങനത്തെ ഒന്നും വേണ്ട. നമുക്ക് നിലത്തിരിക്കുന്നതൊക്കെയാണ് നമുക്ക് കൂടുതലും നല്ലത്. അപ്പൊ അതുകൊണ്ട് നിലത്ത് എന്തെങ്കിലും മാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റ് എന്തെങ്കിലും വിരിച്ചിട്ടിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കാം. അതേപോലെ തന്നെ കൂടുതൽ ഔട്ട്ഡോർ ചെയ്യാൻ ഒന്നുകൂടി നല്ലതാണ്. നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒന്നുകൂടി നല്ലതാണ്. നമുക്ക് ആ ഒരു വെയിൽ കിട്ടാനും. അപ്പൊ വേറെ സമയം നമ്മൾ അതിനെ കൊടുക്കേണ്ട വരില്ല. ഇപ്പൊ വെയിൽ കൊള്ളാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് വേറെ സമയം കൊടുക്കേണ്ട ആവശ്യം വരില്ല നമുക്ക്. അപ്പൊ ഇനി എന്താണ് ആസന എന്ന് കാണിച്ചു തരാം. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെയിം ചെയ്ത ബദ്ധകോണാസന തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് അതിൽ തിത്തിരിയാസന എന്ന് പറയും. അതായത് ഒരു ബട്ടർഫ്ലൈ പോസ്റ്റർ. നമ്മുടെ കാലുകൾ നമ്മളിങ്ങനെ നമ്മുടെ ചിത്രശലഭം പോണ പോലെ ഇങ്ങനെ ബട്ടർഫ്ലൈ പോണ പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിലും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഞാൻ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പകുതിയോട് കൂടിയിട്ടാവും ചിലപ്പോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ആദ്യം ഒന്നും ചെയ്തിട്ടില്ല, ഒരു പകുതിയോട് കൂടി ചെയ്തിട്ടുള്ളൂ. നല്ലതാണ്. ബട്ട് ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്താലും മതി. ടിൽ ദി എൻഡ് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ആസനം എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. സാധാ നേരത്തെ ചെയ്ത പോലെ തന്നെ കാലുകള് നേരെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ കാലിന് നമ്മള് നമ്മുടെ പെൽവിക് റീജിയനിൽ അടുപ്പിക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ കാലിനെ അടുപ്പിക്കുക. രണ്ട് പാദങ്ങളും ചേർത്ത് വെക്കുക. കൈ കൊണ്ട് കാൽ വിരലിനെ പിടിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ രണ്ട് കാലും മുകളിലേക്കും താഴ്ത്തേക്കും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് തിത്തിലിയാസന എന്ന് പറയും. അപ്പോ ഇത് ഒരു 50 to 100 ടൈംസ് ചെയ്തെന്ന്. ഫസ്റ്റ് ടൈം ഒക്കെ ചിലപ്പോ അത്രയൊന്നും ചെയ്യാൻ പറ്റണമെന്ന് ഇല്ല. ബട്ട് എന്നാലും നമുക്ക് എത്രത്തോളം ചെയ്യാം. ഇപ്പൊ ഒറ്റ ദിവസം നമ്മൾ 100 ചെയ്യണം എന്നല്ല. ചിലപ്പോ ഇനി 2 നേരമായിട്ട് 100 എത്തിക്കാൻ നോക്കി. അല്ലെങ്കിൽ എത്ര നമുക്ക് പറ്റുമോ അത്രത്തോളം നമുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. 100 ടൈംസിന് മേലെ ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഇങ്ങനെ ജസ്റ്റ് നമ്മള് വേറെ നോർമൽ ബ്രീത്തിങ്ങിന് ചെയ്താൽ മതി. വെറുതെ ജസ്റ്റ് ഒന്നും അങ്ങനെ ഇത്ര എടുത്ത് ഇങ്ങനെ എടുത്തിക്കണം അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നമുക്ക് നോർമൽ ഡെലിവറിക്ക് നമുക്ക് എപ്പോഴും നമ്മുടെ ഈ ഒരു പെൽവിക് ആൻഡ് തൈ പാർട്ടിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്നത്. അപ്പൊ ആ പാർട്സിനെ നമ്മൾ ലൂസൺ അപ്പ് ചെയ്യാന്നാണ് ഇതിലൂടെ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനൊരു ലൂസിനെയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണം. അപ്പൊ ഇതേപോലെ ഒരു 100 ടൈംസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർജാരി ആസന, അല്ലെങ്കിൽ കാറ്റ് പോസ് എന്ന് പറയും. അതായത് നമ്മുടെ പൂച്ചയൊക്കെ നിന്ന് നമ്മുടെ ഒരു നടു ഇങ്ങനെ വിരിക്കില്ലേ പൂച്ച. അപ്പൊ അതേപോലത്തെ ഒരു പോസ്റ്ററാണ് നമ്മൾ. ഇത് നമ്മുടെ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ പ്രഗ്നന്റ് ലേഡീസിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആസനയാണ് ഈ മാർജാരി എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചു തരാം. അതായത് നമ്മൾ ജസ്റ്റ് മുട്ടുമ നിൽക്കുക. മുട്ടുമ നിന്നിട്ട് നമ്മുടെ കൈ രണ്ടും നമ്മുടെ ഫ്രണ്ടിലേക്ക് കുത്തുക. അപ്പൊ എപ്പോഴും നമ്മുടെ രണ്ട് കൈയുടെ ഇടയിലും ഗ്യാപ്പ് വേണം, കാൽമുട്ടിന്റെ ഇടയിലും ഗ്യാപ്പ് വരുത്തുക. അതുകൊണ്ട് ശ്വാസം വലിച്ചിട്ട് നമ്മള് നമ്മുടെ ബാക്ക് ഹഞ്ച് ചെയ്യണോടുകൂടി തന്നെ നമ്മുടെ തല മുകളിലേക്ക് ഉയർത്തുക. ഇതിങ്ങനെ കുഴിയണം. ഈ നടുഭാഗം ഇതേപോലെ ഇങ്ങനെ കുഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെസ്റ്റ് തൊട്ട് തല വരെയുള്ള രീതി ഇങ്ങനെ നമ്മള് മുകളിലേക്ക് കൊണ്ടുവരണം. ഇനി ശ്വാസം വിട്ടുകൊണ്ട് നമുക്ക് നേരെ ഓപ്പോസിറ്റ്, അതായത് ബാക്കിനെ മുകളിലേക്ക് കൊണ്ടുവരിക, തലേനെ താഴത്തേക്ക് കൊണ്ടുവരിക. ഇനി വീണ്ടും ഇതേപോലെ തന്നെ ശ്വാസം വലിച്ചുകൊണ്ട് നമുക്ക് ബാക്ക് താഴത്തേക്ക് കൊണ്ടുവരാം, തലേനെ മുകളിലേക്ക് കൊണ്ടുവരാം. ഇനി തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. ഇനി ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു ആസനാണ്. അതായത് നമ്മുടെ കാല് ജസ്റ്റ് ഇൻഹേൽ ചെയ്തുകൊണ്ട് ഒരു കാലിന് നമ്മൾ വെറുതെ സ്ട്രെയിറ്റൻ ചെയ്യാം. ഇത് ശരിക്കുള്ള ആസനം നമ്മൾ കയ്യും പൊന്തിക്കും. ബട്ട് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ജസ്റ്റ് കാലിങ്ങനെ നിവർത്തുക, തിരിച്ചു കൊണ്ടുവരിക. നെക്സ്റ്റ് ഓപ്പോസിറ്റ് കാല് ചെയ്യാം. ഇതിങ്ങനെ ഇല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ മുട്ടിക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു ബെല്ലി ഇരിക്കണ കാരണം നമുക്ക് യൂഷ്വലി അങ്ങനെ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ വയറായിട്ടുണ്ടാവും നമുക്ക്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോസ്റ്റർ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട്
ശ്വാസം വലിച്ചുകൊണ്ട് നമ്മൾ ഒരു കാലിനെ സ്ട്രെയിറ്റ് ആക്കുക, നേരെ നോക്കുക, തിരിച്ചു കൊണ്ടുവരാൻ കാലിനെ ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും ശ്വാസം വലിച്ചുകൊണ്ട് അടുത്ത കാലിനെ നേരെയാക്കുക, ശ്വാസം വിട്ടുകൊണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, ശ്വാസം വലിച്ചുകൊണ്ട് കാല് നേരെയാക്കുക, ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ ഈ ഒരു 2 ആസനയാണ് നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിന് മെയിൻലി ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 2 ആസനാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്ക് പെയിൻ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരെ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലായിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ കൂടുതൽ നമുക്ക് വെയിറ്റ് കൂടി വരുമ്പോഴാണ് ഈ ബാക്ക് പെയിൻ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ച ആസനം നമുക്ക് ബാക്ക് പെയിന് നല്ലതാണ്, ബാക്ക് പെയിൻ മാറ്റാനായിട്ട് നല്ലതാണ്. അതുപോലെ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യാനും നല്ല ആസനമാണ് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചത്. അതിനോട് കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ് അത് ഞാൻ ഇപ്പോ കാണിച്ചത്. അപ്പൊ ഈ ഒരു ആസന ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മലർന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ 2 കൈനെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ തലയുടെ അടിയിലേക്ക് വെക്കുക. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ 2 കാൽ മുട്ടിനെയും മടക്കിയിട്ട് നമ്മൾ ഒന്ന് ഒരു ചെറിയൊരു 1 ഫീറ്റ് ഗ്യാപ്പ് ഒന്ന് വെക്കുക 2 കാൽപാദത്തിന്റെയും ഇടയിൽ. എന്നിട്ട് നമ്മൾ 2 കാലിനും ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാനാണ് പോകുന്നത്. ഒരു ട്വിസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി പതുക്കെ ഇതേപോലെ 2 കാലിനെ ഒരേ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിയിലിരിക്കുന്ന കാലിന്റെ മുട്ട് എന്ന് പറയുന്നത് മുകളിലിരിക്കുന്ന കാലിന്റെ പാദത്തിന്റെ അവിടെയായിരിക്കണം ഇരിക്കേണ്ടത്. അതേപോലെ സൈഡിലേക്ക് ഓപ്പോസിറ്റ് നമ്മൾ ഏത് സൈഡിലേക്കാണോ കാല് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ മുഖം തിരിച്ചു വെക്കാം. അപ്പൊ നല്ലൊരു ട്വിസ്റ്റിംഗ്, നല്ലൊരു സ്ട്രെച്ചിങ് ആണ് നമ്മുടെ ബാക്കിനെ കിട്ടുക. നോർമൽ ബ്രീത്തിങ് ചെയ്താൽ മതി ഇതിനെല്ലാം. വീണ്ടും തല നേരെ കൊണ്ടുവരാം, കാലിനെ സ്ട്രെയിറ്റ് ആക്കുക, ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ചെയ്യുക. മുകളിലിരിക്കുന്ന കാലിന്റെ പാദത്തിന്റെ അവിടെ താഴെ ഇരിക്കുന്ന കാലിന്റെ കാൽമുട്ട് കൊണ്ടുവരാം. തിരിച്ചു വരാം. ഇത് നമുക്കൊരു 5 ടൈംസ് 5 വട്ടമൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു കാണിച്ച ആസന എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആസന കേട്ടോ. ബിക്കോസ് നമുക്കൊരു ഡെലിവറി ആ ഒരു പ്രഗ്നൻസി ടൈമിങ്ങില് നമുക്കിപ്പോ വയറുള്ള സമയത്തൊക്കെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനയാണ്. അപ്പൊ ഈ നേരത്തെ പറയണ പോലെ തന്നെ അധികം സ്ട്രെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, നേരത്തെ മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ മുട്ടിക്കേണ്ട ആവശ്യമില്ല, എത്ര പോകണം. പക്ഷെ ആ മുട്ടിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു സ്ട്രെച്ച് നിങ്ങൾക്ക് ഫീൽ ആവുന്നതാണ്. എന്നുവെച്ചാൽ കാല് ഓപ്പോസിറ്റും തല ഓപ്പോസിറ്റ് വന്നാലും ആ ഒരു സ്ട്രെച്ച് ഫീൽ ആവുന്നതാണ്. അപ്പൊ ഞാൻ യൂഷ്വലി എനിക്ക് ഒരു ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിലാണ് എനിക്ക് ഈ ഒരു ബാക്ക് പെയിൻ എന്ന് പറഞ്ഞ ഇഷ്യൂ വന്നിട്ടുള്ളത്. സെക്കൻഡ് പ്രഗ്നൻസിക്ക് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ ഈ ഒരു ആസനമാണ് മെയിൻലി ചെയ്തിട്ടുള്ളത്. അല്ലാത്ത 2-3 ആസനാസ് ഞാൻ എന്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ബട്ട് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം കാണിക്കാനായിട്ട്. അപ്പൊ ഇതാണ് ഏറ്റവും വെൽ ആൻഡ് ഗുഡ് ആയിട്ടുള്ള ഒരു ബാക്ക് പെയിൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനം. പിന്നെ ആ ഫസ്റ്റ് ചെയ്ത ആ മാർജറി ആസന എന്ന് പറയുന്നത് അത് ബാക്ക് പെയിന് മാത്രമല്ല, ബാക്ക് സ്ട്രെച്ചിങ് പെയിന് മാത്രമല്ല, ബാക്ക് സ്ട്രെച്ചിങ്ങിന് നമ്മുടെ പ്രഗ്നൻസി ആ ഒരു നോർമൽ ഡെലിവറിക്ക് ഒക്കെ നല്ലൊരു ആസനമാണ് ഈ മാർജറി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ആസനാസ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലുള്ള ഈ ഒരു ആസനാസ് തന്നെയാണ് നമ്മൾ ഇനി ഒരു തേർഡ് ട്രൈമസ്റ്ററിലേക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്രയും ഈ ഒരു ആസന ബേസ് ചെയ്ത് വരുന്നുള്ളൂ. ഇനി എന്തൊരു 2 എക്സസൈസുകളാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. അപ്പൊ നമുക്ക് അത് ഏതാന്ന് നോക്കാം. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് എക്സസൈസ് ആണ് 2 എക്സസൈസ് ആണ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ ഡെലിവറിക്ക് നമ്മൾ പോണേക്കാണ്ട് തൊട്ട് മുന്നേ വരെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണിത്. എല്ലാം ഞാൻ ഇപ്പൊ കാണിച്ചത് എല്ലാ സാധനങ്ങളും നമുക്ക് അതുവരെ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കാണിച്ചിട്ടുള്ള ഫുൾ സാധനങ്ങളും നമുക്ക് ഒരു യോഗ യോഗ മുന്നേ പരിചയമില്ലാത്ത ആളാണെങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഇത് മൊത്തം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചെയറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു എക്സസൈസ് ഞാൻ കാണിക്കുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാം.
ഒറ്റയ്ക്ക് നമ്മുടെ ശരിക്കും ഒറ്റയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബൈ സപ്പോർട്ട് നമുക്ക് എന്തെങ്കിലും ചെയർ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരാളുടെ കൈ സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ചെയ്യാം. ഹസ്ബൻഡ് കൂടിയുള്ള സപ്പോർട്ട് ചെയ്തിട്ടുള്ള എക്സസൈസ് ഞാൻ ഒരു ഹസ്ബൻഡ് ബേസ്, അതായത് ഹസ്ബൻഡ്സിന് നമ്മുടെ പ്രഗ്നൻസി ടൈമിങ്ങില് ആ ഒരു പീരീഡ് ആ ഒരു 9th മന്തില് എങ്ങനെയാണ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചത്. ഇപ്പൊ ഞാൻ ഈ 2 കാര്യങ്ങൾ കാണിച്ചത്. അതായത് ചെയറിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്കൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയർ ചെയ്യുന്നത്. ഞാൻ ചെയർ വെച്ചിട്ടൊന്നും ചെയ്തിട്ടുള്ളത്, ഞാൻ തന്നെ ചെയ്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇത് നമുക്ക് മാക്സിമം എപ്പോഴാണ് വേണ്ട വരാന്നറിയോ, നമ്മുടെ ഡെലിവറിയുടെ ആ ഒരു ടൈമിംഗ് ആവുന്നത് ലാസ്റ്റ് വീക്ക് ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ടയേർഡ് ആവും, പെട്ടെന്ന് ടയേർഡ് ആവും. അപ്പൊ ആ ഒരു ടയേർഡിന്റെ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ചെയറാ അല്ലെങ്കിൽ നമ്മുടെ കട്ടിലിൽ എന്തെങ്കിലും പിടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മേശ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇട്ട് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അത്രേ ഉള്ളൂ. അതായത് ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാലൊന്ന് കുറച്ച് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 1 feet ഡിസ്റ്റൻസ് അറിയാം, ഷോൾഡർ ഡിസ്റ്റൻസ് പറഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ ഒന്ന് വെക്കുക. എന്നിട്ട് നമ്മള് ചെയറിന്റെ മുകളിൽ, ഈ ചെയർ കുറച്ച് ഹൈറ്റ് കുറവാണ്, ഒന്നുകൂടി ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഈസിയാണ് ചെയ്യാനായിട്ട്. അത് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നുമില്ല നമ്മള് സിറ്റപ്പ് ചെയ്യില്ലേ, അതാണ്. അതായത് 1 2 3 4 ഇതേപോലെ ഒരു 10 times ചെയ്യണം. ഇത് എക്സസൈസ് ആണെങ്കിൽ നമ്മൾ ഇത്രയും, ഞാനിപ്പോ കുറച്ച് സ്പീഡിലൊന്നും കാണിച്ചിട്ടുണ്ടാവും, അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീഡിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ചെയ്തോ, അങ്ങനെ സ്പീഡിൽ ചെയ്യാം, അങ്ങനെ വളരെ സ്ലോ ആയി. ബേസിക്കലി ഇത് ഒരു എക്സസൈസ് ആയതുകൊണ്ട് അത്രയും സ്പീഡ് വളരെ കുറച്ച് ചെയ്യണം, ബ്രീത്തിങ് കൊണ്ട് ചെയ്യണം അങ്ങനെയൊന്നല്ല. ജസ്റ്റ് നമ്മളൊരു സിറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ പെൽവിക് റീജിയനെ നല്ലൊരു സ്ട്രെച്ച് ആണ്. അതായത് നമുക്കൊരു നോർമൽ ഡെലിവറിക്ക് വേണ്ട ഒരു സ്റ്റെപ്പാണ്. ആക്ച്വലി നോർമൽ ഡെലിവറിക്ക് ഏറ്റവും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു എക്സസൈസ് ആണ് ഈ ഒരു ഇത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് ഇപ്പൊ നമ്മൾ 1 feet ഷോൾഡർ ഡിസ്റ്റൻസ് വെച്ച പോലെ തന്നെ ഒന്നും കൂടി കാല് അകത്തി വെച്ചിട്ട് ഇതേപോലെ തന്നെ സിറ്റപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ചെയ്യുന്നതിനേക്കാണ് ഒന്നും കൂടി നമ്മള് ഇരിക്കും, മനസ്സിലായ? ഇങ്ങനെ ഒന്നും കൂടി നമ്മള് താഴത്തേക്ക് പോയിട്ടാണ് മുകളിലേക്ക് വരുന്നത്. ഇതും ഇതേപോലെ തന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ, നമുക്ക് പറ്റാവുന്ന സ്പീഡിലായാലും എങ്ങനത്തെ കാര്യങ്ങൾ വെച്ചാൽ നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്യാം. ഇനി ഞാൻ ചെയ്തത്, ഞാൻ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാണ്ടൊന്നും ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതേപോലെ തന്നെ ഷോൾഡർ ഡിസ്റ്റൻസിൽ കൈവച്ചിട്ട് 1 2 3 4 ഇതേപോലെ ഒരു 10 റൗണ്ട്സ് ചെയ്യാം. എന്നിട്ട് ഒരു റിലാക്സേഷൻ എടുക്കാൻ, റിലാക്സേഷൻ ഒരു ഇൻഹലേഷൻ എക്സസൈസ്, ഒരു ബ്രീത്തിങ് എടുക്കാം. അതിനുശേഷം ഇതേപോലെ തന്നെ കുറച്ചുകൂടി കാലകത്തി വെച്ചിട്ട് 1 2 3 ഇതേപോലെയാണ് ഞാൻ എന്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒന്നുകൂടി എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നിയത് നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ്. ചെയറോട് ചെയ്യുമ്പോൾ എനിക്കത്ര കംഫർട്ടബിൾ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബേസിക്കലി ഫസ്റ്റ് തൊട്ടേ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെലിവറിയുടെ ആ അന്നത്തെ ദിവസമായിരിക്കാം ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിന്റെ മീൻസ് ബെഡില്ലേ അതിൽ പിടിച്ചിട്ട് ഞാൻ ഇതേപോലെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നമ്മൾ ആ ഒരു ത്രൂ ഔട്ട് ദി ഡെലിവറി ടൈമിൽ നമുക്ക്, അല്ല പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ടിട്ടാണ് ഈ ഒരു എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഞാൻ ബേസിക്കലി ചെയ്തിട്ടുള്ള, ഞാൻ ഇതിന്റെ അഡ്വാൻസ്ഡ് ആണ് ചെയ്തിട്ടുള്ളത്. ബട്ട് എന്നാലും നിങ്ങൾക്ക് ഇത് ഒരു നോർമൽ ഡെലിവറി ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആസനാസ് ആൻഡ് എക്സസൈസുകളാണ് ഇത് മൊത്തം. അപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്റർ തൊട്ട് ചെയ്യാൻ, ആദ്യത്തെ ട്രൈമസ്റ്റർ അല്ലെങ്കിൽ പകുതിയിൽ വെച്ചാണ് കണ്ടെങ്കിൽ കൂടി അപ്പൊ തൊട്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി സീരീസ് തന്നെയാണ്. പ്രഗ്നൻസിയിൽ നമുക്ക് വേണ്ട ഡയറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ബൈ.